നിങ്ങൾ പഠിച്ച +1 കെമിസ്ട്രിയുടെ കണ്ടിന്യൂഷനാണ് +2 പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. പിന്നെ രണ്ടാം ചാപ്റ്ററിൽ സൊല്യൂഷൻസ്, കോൺസെൻട്രേഷൻസിനെ കുറിച്ച്, നോർമാലിറ്റി, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻസ് അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ. തേർഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡെപ്തിൽ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ചാപ്റ്റർ നമ്പർ 3 അതാണ് ഞാൻ തുടങ്ങുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി, ആദ്യം നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. It is the branch of chemistry which deals with the conversion of electrical energy into chemical energy and vice versa. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയും കെമിക്കൽ എനർജിയെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന അല്ലെ അത്തരം ഡിവൈസസിനെ കുറിച്ച് പഠിക്കുന്ന, സെൽസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേം മാത്രം ഓർത്താൽ മതി. ഇലക്ട്രോ കെമിസ്ട്രി, ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ആൻഡ് റിവേഴ്സ്. ഇലക്ട്രോ കെമിസ്ട്രി അതിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത്, ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസിന്റെ പേരെന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസിന്റെ പേര് ഇലക്ട്രോലിറ്റിക് സെൽ എന്നാണ്. ഇനി കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസിന്റെ പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗാൽവനിക് സെൽ ഓർ വോൾട്ടൈക് സെൽ. അപ്പം രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ മെയിനായിട്ട് ഇലക്ട്രോലിറ്റിക് സെൽസും ഇലക്ട്രോ കെമിക്കൽ സെൽസും. എനർജി ഡിഫറൻസ്, എനർജി കൺവേർഷൻസ് ഡിഫറെൻ്റ് ആണ്, ശ്രദ്ധിച്ചു നോക്കാം. ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് അറിയണം. എന്താണ് ഇലക്ട്രോലൈറ്റ്സ്? കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കേണ്ടതാണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന അല്ലെ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. കണ്ടക്ടേഴ്സ് മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് കണ്ടക്ടേഴ്സ് ഉണ്ട്, മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ മെറ്റൽസ് എന്താ നമുക്കറിയാം അല്ലേ? കണ്ടക്ഷൻ ത്രൂ മെറ്റൽസ് ആണ് മെറ്റാലിക് കണ്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എന്ന് പറയുമ്പം കണ്ടക്ഷൻ ത്രൂ ആൻ ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോലൈറ്റ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ദ സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഐദർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ ദി അക്വസ് സൊല്യൂഷൻ. മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോലൈറ്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. രണ്ട് ടൈപ്പ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the electrolyte which dissociate almost completely in aqueous solution, കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോലൈറ്റ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് കൂടുതലായിരിക്കും സൊല്യൂഷൻസിൽ. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ചാൽ ദ സബ്സ്റ്റൻസ് ദ ഇലക്ട്രോലൈറ്റ് വിച്ച് ഡിസോസിയേറ്റ് പാർഷ്യലി ഓർ സ്ലൈറ്റ്ലി ഇൻ aqueous solution ആണ്. ഇതിന് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, സ്ലൈറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾസ് ഓരോന്നായി പഠിക്കുന്നതിനേക്കാൾ നല്ലത് കാറ്റഗറി ആയിട്ട് പഠിച്ചു വെക്കുന്നതാണ്. എക്സാമ്പിൾസ് വരുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾസ് ആണ് സ്ട്രോങ് ആസിഡ്സ്. സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ആസിഡ്സ് വരുമെങ്കിൽ തീർച്ചയായിട്ടും എന്നും കൂടെ വരും സ്ട്രോങ് ബേസസ്. സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ബേസസ് ആൻഡ് സോൾട്ട്സ്, എല്ലാ സോൾട്ടും. അതുപോലെ എക്സാമ്പിൾസ് വേണ്ടി നോക്കാം. സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയും നമ്മൾ ഏതെല്ലാം കോമൺ ആയിട്ട് പറയും? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4, സൾഫ്യൂരിക് ആസിഡ്, HNO3, നൈട്രിക് ആസിഡ്, etc. These are examples for strong acids, and all these acids are examples for strong electrolytes. Strong bases like NaOH, sodium hydroxide, potassium hydroxide, etc. These are strong bases. And salts, there are so many examples for salts: NaCl, KNO3, CuSO4. So many examples we can write. But all strong acids, strong bases and salts are examples for strong electrolytes and weak electrolytes. Then examples for weak, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്ട്രോങ് ആസിഡ്സ് വന്നെങ്കിൽ ഇവിടെ വരുന്നത് വീക്ക് ആസിഡ്സ്. വീക്ക് ആസിഡ്സ്.
സ്ട്രോങ് ബേസിസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരിക വീക്ക് ബേസിസ്. സോൾട്ട് പിന്നെ വരുന്നില്ല. സ്ട്രോങ് വീക്ക് ആസിഡ്സും വീക്ക് ബേസിസും. വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസിസ് ആർ എക്സാമ്പിൾസ് ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. വീക്ക് ആസിഡ്സിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് CH3COOH, that is acetic acid. Acetic acid, ammonium hydroxide, acetic acid, carbonic acid, H2CO3, HCOOH, that is formic acid, and the more important one is HCN. HCl is hydrochloric acid, HCN is hydrocyanic acid. HCl is a strong acid whereas HCN is a weak acid. അപ്പോൾ അസറ്റിക് ആസിഡ്, H2CO3 സോഡിയമുള്ള ആസിഡ് ആയത്, കാർബോണിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഹൈഡ്രോസയനിക് ആസിഡ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. വീക്ക് ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ്. വീക്ക് ബേസിസിന് എക്സാമ്പിൾസ് പറയുമ്പോൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്, ബേരിയം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം വീക്ക് ബേസിസിന് എക്സാമ്പിൾ. അപ്പോൾ ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോലൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ. ഒരു നെക്സ്റ്റ് ടേം കണ്ടക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തിനാ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇലക്ട്രിസിറ്റിയും ഹീറ്റും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ കോമൺലി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. Conductors are classified into two, which are metallic conductors and electrolytic conductors. This is conduction through metals. അറിയാലോ, the best conductor of electricity is silver. അപ്പോൾ സിൽവർ, കോപ്പർ, ഗോൾഡ് പോലെയുള്ള മെറ്റൽസിലൂടെയുള്ള കണ്ടക്ഷനെയാണ് മെറ്റാലിക് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് വഴിയുള്ള കണ്ടക്ഷനെയാണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ കണ്ടക്ടേഴ്സിനെയാണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഇവ തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മെറ്റാലിക് കണ്ടക്ഷൻ ആൻഡ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ? ഡിഫറൻസസ് ബിറ്റ്വീൻ മെറ്റാലിക് കണ്ടക്ഷൻ ആൻഡ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ. Differences between metallic conduction and electrolytic conduction. ഡിഫറൻസസ് ഓരോന്നായിട്ട് ആലോചിച്ച് പറയാൻ പറ്റുമല്ലോ. എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? മെറ്റൽസിലൂടെ കണ്ടക്ഷൻ നടക്കുമ്പോഴും ഇലക്ട്രോലൈറ്റിലൂടെ കണ്ടക്ഷൻ നടക്കുമ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഡിഫറൻസസ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ മെറ്റൽസ് എന്തുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റൽസിലൂടെ കണ്ടക്ഷൻ നടക്കുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ മെറ്റാലിക് കണ്ടക്ഷൻ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റും. കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് metallic conduction. Conduction is due to the movement of electrons. Conduction is due to the movement of electrons. Therefore, it is also called as electronic conduction. Electrons വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക് കണ്ടക്ഷൻ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇലക്ട്രോലൈറ്റ്സിലോ. ഇലക്ട്രോലൈറ്റ്സ് വരുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോലൈറ്റ് അല്ല. ഇലക്ട്രോലൈറ്റ് ഡെഫിനേഷൻ എന്താ പറഞ്ഞത്? ദ സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഐദർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ ദി അക്വ സൊല്യൂഷൻ. അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ ഒന്നിക്കൽ മെൽറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ ആക്കി മാറ്റണം. അപ്പോൾ NaCl അക്വ സൊല്യൂഷൻ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അയോൺസ് ഏതൊക്കെ ഉണ്ടാവും? Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. അപ്പോൾ കണ്ടക്ഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? അയോൺസ് വഴിയാണ്. അപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്. Conduction is due to the movement of ions. ഇലക്ട്രോൺസ് വഴി കണ്ടക്ഷൻ നടന്നപ്പോൾ ഏത് പേരിൽ അറിയപ്പെട്ടത്? ഇലക്ട്രോണിക് കണ്ടക്ഷൻ. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് നെയിം എന്തായിരിക്കണം? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അയോണിക് കണ്ടക്ഷൻ. അപ്പോൾ പറഞ്ഞിരിക്കുക മെറ്റാലിക് കണ്ടക്ഷൻ തന്നെയാണ് ഇലക്ട്രോണിക് കണ്ടക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അയോണിക് കണ്ടക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇനി സെക്കൻഡ് ഡിഫറൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മെറ്റലിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കെമിക്കൽ ചേഞ്ച് സംഭവിക്കുമോ? മെറ്റലിന് എന്തെങ്കിലും കെമിക്കൽ, ഇപ്പോൾ നമ്മുടെ ലൈറ്റും ഫാനൊക്കെ കറങ്ങുന്നത് കോപ്പറിലൂടെ, കോപ്പർ വയറാണ് നമ്മൾ വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കോപ്പറിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ കോപ്പറിന് എന്തെങ്കിലും കെമിക്കൽ ചേഞ്ച് സംഭവിക്കുമോ? കോപ്പർ വേറെ എന്തെങ്കിലും ആയിട്ട് മാറുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഡിഫറൻസ് പറയേണ്ടതെന്ന് വെച്ചാൽ മെറ്റാലിക് കണ്ടക്ഷനിൽ ദർ ഈസ് നോ കെമിക്കൽ ചേഞ്ച്.
there is no chemical change. ഇവിടെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ നമുക്കുള്ളൊരു എക്സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. NaCl, മോൾട്ടൺ NaCl ആണ് ഇത്. ഈ മോൾട്ടൺ NaCl ഞാൻ ഇലക്ട്രോലൈസ് ചെയ്യുന്നു. മോൾട്ടൺ NaCl ഞാൻ ഇലക്ട്രോലൈസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ Na+ അയോൺസ് മുഴുവൻ കാത്തോഡിലേക്ക് മൂവ് ചെയ്യും. ദ അയോൺസ് വിച്ച് വിൽ മൂവ് ടുവേർഡ്സ് കാത്തോഡ് ഈസ് കോൾഡ് ആസ് കാറ്റയോൺ. അപ്പോൾ Na+ അയോൺസ്, പോസിറ്റീവ് ചാർജിൽ അയോൺസ് ആണ് കാറ്റയോൺസ് എന്നറിയപ്പെടുന്നത്. അത് കാത്തോഡിലേക്ക് മൂവ് ചെയ്യും. നെഗറ്റീവ് ചാർജിൽ അയോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ആനോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക വെച്ചാൽ കാത്തോഡിൽ എപ്പോഴും നടക്കുന്ന റിയാക്ഷൻ്റെ പേരാണ് റിഡക്ഷൻ. റിഡക്ഷൻ ഈസ് ഓൾവേസ് ടേക്സ് പ്ലേസ് അറ്റ് എ കാത്തോഡ്. അപ്പോൾ എന്താണ് റിഡക്ഷൻ? നമ്മൾ കഴിഞ്ഞ വർഷം റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ Na+ അയോൺസ് കാത്തോഡിലേക്ക് മൂവ് ചെയ്തു. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിനിങ് ആണോ ഇലക്ട്രോൺ ലൂസിങ് ആണോ? റിഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ Na+ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് എന്തായിട്ട് മാറും? Na ആയിട്ട് മാറും. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ, ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ആനോഡിൽ ആരുണ്ടാവും? ഇപ്പം Cl- അയോൺസ് ആണ്. ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ Cl- ഇലക്ട്രോൺ ലൂസ് ചെയ്ത് Cl+ ഇലക്ട്രോണായി മാറും. ഈ ഫോം ചെയ്ത ക്ലോറിൻ ആറ്റം വേറൊരു ക്ലോറിൻ ആറ്റമായി ചേർന്ന് ക്ലോറിൻ ഗ്യാസായി മാറും, Cl2. That means sodium metal will be deposited at the cathode while chlorine gas will be liberated at the anode. ആക്ച്വലി നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഏതായിരുന്നു, അല്ലെങ്കിൽ ഏതായിരുന്നു നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചത്? സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ്. ആ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇപ്പോൾ ഇവിടെ ഇല്ല, പകരം എന്തായി മാറിക്കഴിഞ്ഞു? സോഡിയവും ക്ലോറിനുമായി മാറിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് ദർ ഹാപ്പൻസ് എ കെമിക്കൽ ചേഞ്ച്. ദാറ്റ് മീൻസ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കെമിക്കൽ ചേഞ്ച് ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വൽ കെമിക്കൽ ചേഞ്ച് ഓക്കേഴ്സ്. കെമിക്കൽ ഡികമ്പോസിഷൻ ടേക്സ് പ്ലേസ്. Chemical decomposition takes place. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, കോപ്പർ വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്, അതായത് മെറ്റാലിക് കണ്ടക്ഷൻ കേസിൽ ഒരു മാറ്ററും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ജസ്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് പറയുന്നത് തേർഡ് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുക, ദർ ഈസ് നോ ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ. നോ ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ. ഇവിടെ നമ്മൾ പറഞ്ഞു Na+ അയോൺസ് കാത്തോഡിലേക്ക് മൂവ് ചെയ്തു, Cl- അയോൺസ് ആനോഡിലേക്ക് മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് അയോൺസ്. അവിടെ മെറ്റാലിക് കണ്ടക്ഷനിൽ മാറ്ററിന് ട്രാൻസ്പോർട്ട് സംഭവിക്കുന്നില്ല. ഇവിടെ ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ ഒക്കേഴ്സ് ഏത് ഫോമിലാണ് സംഭവിക്കുന്നത്? ഇൻ ദി ഫോം ഓഫ് അയോൺസ്. ഇൻ ദ ഫോം ഓഫ് അയോൺസ്. ഓക്കെ, ഒരു ഡിഫറൻസ് കൂടിയുണ്ട്. നാലാമത്തെ 2 മാർക്കിനെ ചോദിക്കാം. 4 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്സ്. ഇത്രയും ഡിഫറൻസ് എഴുതിയാൽ 2 മാർക്ക് കിട്ടുക. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസസ് ആണ്. ടെമ്പറേച്ചറിന്റെ കേസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് മെറ്റാലിക് കണ്ടക്ഷൻ ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മെറ്റാലിക് കണ്ടക്ഷൻ കുറയുകയാണ് ചെയ്യുക. നേരെ മറിച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷന്റെ കേസിൽ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, ഞാനത് മുന്നോട്ടേക്ക് പോകുന്നതോറും പറയാം. അതിന് മുമ്പ് കുറച്ച് ഫാക്ടേഴ്സ് പറയാണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. മെറ്റാലിക് കണ്ടക്ഷൻ കേസ് നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുക? മെറ്റാലിക് കണ്ടക്ഷൻ ഇൻക്രീസസ്. മെറ്റാലിക് കണ്ടക്ഷൻ ഇൻക്രീസസ്, സോറി, metallic conduction decreases with increase in temperature. Decreases with increase in temperature. ഇവിടെ പറയുന്നത് എന്താ സംഗതി വെച്ചാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷന്റെ കേസിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ 4 ഡിഫറൻസസ് ആണ് നോക്കേണ്ടത്. ഒന്നുകൂടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. മെറ്റാലിക് കണ്ടക്ഷനും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാലിക് കണ്ടക്ഷനിൽ കണ്ടക്ഷൻ നടക്കുന്നത് ഇലക്ട്രോൺസ് വഴിയാണ്, അതുകൊണ്ട് ഇലക്ട്രോണിക് കണ്ടക്ഷൻ കൂടെ അറിയപ്പെടുന്നു. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനിൽ കണ്ടക്ഷൻ നടക്കുന്നത് അയോൺസ് വഴിയാണ്, അതുകൊണ്ട് അയോണിക് കണ്ടക്ഷൻ കൂടി അറിയപ്പെടുന്നു. ആൻഡ് സെക്കൻഡ് വൺ, ദർ ഈസ് നോ ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ. അവിടെ ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് അയോൺസ്. മെറ്റാലിക് കണ്ടക്ഷനിൽ ദർ ഈസ് നോ കെമിക്കൽ ചേഞ്ച്. അവിടെ actual chemical decomposition takes place. Metallic conduction decreases with increase in temperature, whereas electrolytic conduction increases with
increase in temperature. Okay, let's move to the next topic, that is the factors affecting electrolytic conduction. Factors affecting electrolytic conduction. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആണ് അയോണിക് കണ്ടക്ഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ അയോൺസിന്റെ മൂവ്മെന്റ് ആണ് ഈ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓരോന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ഈസ് ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ. ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ. സെക്കൻഡ് വൺ solvation of ions. Solvation of ions. Third one, viscosity of the solvent. Viscosity of the solvent. Fourth one, nature of electrolyte and solvent. Nature of electrolyte and solvent. And the last one is temperature. These are the 5 factors which affect electrolytic conduction. One by one ആയിട്ട് നമുക്ക് നോക്കാം. Inter ionic interaction. Inter ionic means in between the ions. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സൊല്യൂട്ടിനെ വാട്ടർ എന്ന് പറയുന്ന സോൾവെന്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. സൊല്യൂട്ടും സോൾവെന്റും, സോൾവെന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആരെയാണ്? വാട്ടറിനെയാണ്. സൊല്യൂട്ടും സോൾവെന്റും ചേരുമ്പോഴാണ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അപ്പം NaCl വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി ഡിസോസിയേറ്റഡ് ടു Na പ്ലസ് ആൻഡ് Cl മൈനസ് അയോൺസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ Na പ്ലസ് ആൻഡ് Cl മൈനസ് അയോൺസ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ഇത് പോസിറ്റീവ് ചാർജ്ഡ് അയോൺ ആണ്, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് എപ്പോഴും അട്രാക്റ്റീവ്. അപ്പോൾ ഈ അയോൺസ് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ആരൊക്കെ തമ്മിൽ വരുന്നത്? പോസിറ്റീവ് ചാർജ്ഡ് അയോണും നെഗറ്റീവ് ചാർജ് അയോണുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇന്റർ അയോണിക്. പേരും തന്നെ വരും, ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ്. അപ്പം NaCl ഇവിടെ സൊല്യൂട്ട് ആണ്, അതായത് Na പ്ലസും സൊല്യൂട്ട് ആണ്, Cl മൈനസ് അയോൺസും സൊല്യൂട്ട് ആണ്. സോൾവെന്റ് ഇവിടെ ആരാണ്? വാട്ടർ ആണ്. അപ്പം Na പ്ലസും Cl മൈനസും രണ്ടുപേരും സൊല്യൂട്ട് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അപ്പോൾ ഇന്ററാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ മൊബിലിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുക? നന്നായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് അയോൺസ് ഗ്രൂപ്പായി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ആസ് ദ ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ് ദ മൂവ്മെന്റ് ഓഫ് ദ അയോൺസ് ഡിക്രീസസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അയോണിന്റെ മൂവ്മെന്റ് ആണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. മൂവ്മെന്റ് കുറയുമ്പോൾ കണ്ടക്ഷൻ കുറയും. അപ്പോൾ ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ കൂടിയ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ കുറയുകയാണ് ചെയ്യുക. സെക്കൻഡ് വൺ, സോൾവേഷൻ ഓഫ് അയോൺസ്. സോൾവേഷൻ എന്ന് പറയുമ്പോൾ NaCl നമ്മൾ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ Na പ്ലസ് അയോൺസിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അതുപോലെ Cl മൈനസ് അയോൺസിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. Na പ്ലസ് സൊല്യൂട്ട് ആണ്, വാട്ടർ സോൾവെന്റ് ആണ്. അപ്പോൾ ഇവ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആരൊക്കെ തമ്മിൽ വരിക? സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ. അപ്പം സോൾവേഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏത് ടൈപ്പ് ഇന്ററാക്ഷൻ ആയാലും Na പ്ലസ് എന്ന് പറയുന്നത് ചെറിയൊരു അയോൺ ആണ്. സോൾവേഷൻ നടക്കുമ്പോൾ അതിന്റെ സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ മൊബിലിറ്റി കുറയും. മൊബിലിറ്റി കുറയുമ്പോൾ കണ്ടക്ഷനും ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഇന്റർ ഇന്ററാക്ഷൻ കൂടിയാലും സോൾവേഷൻ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ, വിസ്കോസിറ്റി ഓഫ് ദ സോൾവെന്റ്. ദ ഫസ്റ്റ് വൺ ഈസ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. സെക്കൻഡ് വൺ ഈസ് സോൾവെന്റ് ഇന്ററാക്ഷൻ. അപ്പോൾ ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കണം? ഇറ്റ് ഈസ് സോൾവെന്റ് ഇന്ററാക്ഷൻ. സോൾവെന്റും തമ്മിൽ ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? വിസ്കോസിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറച്ച് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നോക്കുക. വാട്ടർ ആണോ കോക്കനട്ട് ഓയിൽ ആണോ സ്പീഡിൽ ഒഴുകി പോകുക എന്നുള്ളതാണ്. ആൻസർ നിങ്ങൾ തന്നെ പറയും, ആരാണ് കൂടുതൽ ഒഴുകുന്നത്? വാട്ടറാണ്. എന്തുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ സ്ലോ ആയത്? അത് ഹൈലി വിസ്കസ് ആണ്. അപ്പോൾ വിസ്കോസിറ്റി കൂടിയാൽ വീണ്ടും പറയുന്നത് മൊബിലിറ്റി കുറയും. മൊബിലിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ കണ്ടക്ഷൻ. അപ്പോൾ ആദ്യത്തെ 3 ഫാക്ടേഴ്സ് ഓർക്കാൻ എളുപ്പമാണ്: ഇന്റർ അയോണിക് ഇന്ററാക്ഷൻ, സോൾവേഷൻ ഓഫ് അയോൺസ്, വിസ്കോസിറ്റി ഓഫ് ദ സോൾവെന്റ്. ദീസ് 3 ഫാക്ടേഴ്സ് ഡിക്രീസസ് ദി ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് സോൾവെന്റ്. ഇലക്ട്രോലൈറ്റ് എത്ര ടൈപ്പ് ഉണ്ട്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 2 ടൈപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും. ഏത് ഇലക്ട്രോലൈറ്റിലാണ് കൂടുതൽ അയോൺസ് ഉണ്ടാവുക? ഏതാണ് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പം ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണ്? നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് നല്ല കണ്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലാണ് കൂടുതൽ അയോൺസ് ഉള്ളത്. സോൾവെന്റിനെ കുറിച്ച് പറയുമ്പോഴാണ് നേച്ചർ ഓഫ് സോൾവെന്റ്. സോൾവെന്റും 2 ടൈപ്പ് ഉണ്ട്, പോളാർ സോൾവെന്റ് ആൻഡ് നോൺ പോളാർ സോൾവെന്റ്.
നമുക്കിവിടെ വേണ്ടത് വാട്ടർ ഏതിന് എക്സാമ്പിൾ ആണ്? പോളാർ സോൾവെന്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് സോൾവെന്റ് എന്തൊക്കെയാ വേണ്ടി വരിക? ഇലക്ട്രോലൈറ്റിന്റെ നേച്ചർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? പോളാർ സോൾവെന്റ് ആണ്. അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് പോളാർ സോൾവെന്റ് പ്രൊവൈഡ് ബെറ്റർ കണ്ടക്ഷൻ rather than weak electrolyte and non-polar solvent. Non-polar solvents examples നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, കാർബൺ ഡൈസൾഫൈഡ്, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾസ് ആണ്? നോൺ പോളാർ സോൾവെന്റ്സിന് എക്സാമ്പിൾസ് ആണ്. നമുക്കിവിടെ വേണ്ടത് പോളാർ സോൾവെന്റ് ആണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് പോളാർ സോൾവെന്റ് അതാണ് നല്ല കണ്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഫിഫ്ത്ത് വൺ, ടെമ്പറേച്ചർ. ഒരുപാട് തവണ ബോർഡ് എക്സാമിൽ ചോദിച്ചതാണ്, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. ഞാൻ ഓൾറെഡി നിങ്ങളോട് നേരത്തെ ഡിഫറൻസ് മെറ്റാലിക് കണ്ടക്ഷനും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനും തമ്മിലെ ഡിഫറൻസസ് പറയുമ്പോൾ പറഞ്ഞു, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് മെറ്റാലിക് കണ്ടക്ഷൻ ഡിക്രീസസ്, ബട്ട് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇന്ററാനിക് ഇന്ററാക്ഷൻ സോൾവേഷൻ ഓഫ് അയോൺ, ഇന്ററാനിക് ഇന്ററാക്ഷൻ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദ സോൾവെന്റ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇന്റർ അയോണിക് ഇന്ററാക്ഷനും വിസ്കോസിറ്റി ഓഫ് ദ സോൾവെന്റും കുറയും. വിസ്കോസിറ്റിയും ഇന്ററാനിക് ഇന്ററാക്ഷനും കുറയുമ്പോൾ അയോൺസിന്റെ മൊബിലിറ്റി കൂടും. അയോൺസിന്റെ മൊബിലിറ്റി കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇന്ററാനിക് ഇന്ററാക്ഷൻ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദ സോൾവെന്റ് ഡിക്രീസസ്, therefore mobility of ions increases, therefore electrolytic conduction also increases. Moreover, as the temperature increases, the average kinetic energy of the ions also increases. കഴിഞ്ഞ വർഷം ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി അല്ലേ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്? ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ അയോൺസ് ഇൻക്രീസസ്. കൈനറ്റിക് എനർജി കൂടുമ്പോൾ സ്പീഡ് കൂടും, സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് അയോൺസിന്റെ സ്പീഡ് കൂടുമ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ കൂടും. അപ്പോൾ 3 ഫാക്ടേഴ്സ് ഇതിൽ വരണം എങ്കിൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ കൂടാനുള്ള 3 ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്: ഡിക്രീസ് ഇൻ ഇന്ററാനിക് ഇന്ററാക്ഷൻ, ഡിക്രീസ് ഇൻ വിസ്കോസിറ്റി ഓഫ് ദ സോൾവെന്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി അയോൺസ്. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സ് ഒന്നും കൂടി ഓർത്ത് വെച്ചോളാം. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എഫക്ട് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ്: ഇന്ററാനിക് ഇന്ററാക്ഷൻ, solute interaction, solvation of ions which is solute solvent interaction, viscosity of the solvent which is solvent solvent interaction, nature of electrolyte and solvent എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് പോളാർ സോൾവെന്റ്. ടെമ്പറേച്ചർ കേസ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഈ 5 ഫാക്ടേഴ്സ് ആണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ.